എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കാത്തിട്ട് കീഴിലേക്ക് പോവാം. ഇന്നത്തെ രണ്ടാമത്തെ കിഴി എപ്പിസോഡാട്ടോ. റെഡി? ഓക്കെ. ഹെഡ് തുറന്നോടാ. ഞാൻ തന്നെ. അതെന്താ? സീക്രട്ട് ഹോം സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ. സിനിമ ഫെബ്രുവരി റിലീസായിട്ടാണ് വരുന്നത്. അഭയകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും പോസ്റ്റർ ഇതാണ്. സോഫയിൽ കണ്ടോ? അതായത് ഒരു കൈയുണ്ട്, പിന്നെ ബ്ലഡും ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത കിഴി ഇന്ത്യൻ 2. ശങ്കർ മൂവി, നമ്മുടെ ഇന്ത്യൻ്റെ രണ്ടാം ഭാഗം. ഓക്കെ. ഇതൊക്കെ ആർക്കും അറിയാത്തല്ലേ? അല്ല, നീ പറഞ്ഞോ, നീ എത്രമാത്രം അതിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാലോ. നീ ധൈര്യമായിട്ട് പറഞ്ഞു. കമൽഹാസൻ ആണല്ലേ? ഓക്കെ, ശരി. ഇന്ത്യൻ 2 റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 12. അതിന്റെ ഒരു കുറവ് കൂടി ഏപ്രിൽ പറയണേ, നീ നെഞ്ചത്തോട്ട് എടുത്ത് വെക്ക്. എല്ലാം കൊണ്ട് വെക്കുന്നത് സത്യം. അതും ചെറുതൊന്നല്ലേ അല്ലേ? അതായത് ഈ സിനിമകളൊക്കെ ഭയങ്കരമൊന്നല്ല, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും എല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് ഈ ഏപ്രിൽ മാസം റിലീസിനുള്ള സിനിമകളെല്ലാം. ഇതൊക്കെ അതെ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയിൽ പെടുന്നതാണ് ഇന്ത്യൻ 2. ഇല്ലടാ, ഞാൻ അങ്ങനെ ചെയ്യില്ല. അടുത്തത് SSMP 29. സിനിമയില് ഒന്നുകൂടി പറയാല്ലേ, SS രാജമൗലി സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമ, നമ്മുടെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനായിട്ട് വരുന്ന സിനിമയിലേക്ക് ആലിയ ഭട്ട് നായികയായിട്ട് വരുന്നു. അത് ആൾറെഡി ഇതിന്റെ റൂമർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അത് കൺഫേം ചെയ്ത രീതിയിലാണ് 90%. 10 ഡബിളും ബാക്കി. അതായത് RRR അല്ല, കുഴപ്പമില്ല. എന്തായാലും അതിൽ കൊണ്ടൊന്ന് പറ്റിച്ചു. സത്യം കേട്ടോ, ആലിയഭട്ടിനെ ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇനിയിപ്പോ വീണ്ടും പറ്റിക്കാനാണോ പറയാൻ പറ്റൂല. ഞാൻ അതില് ശീലിച്ചു, ഇതിലും അത് ആവർത്തിക്കുന്നു. അല്ലാതെ അതിലെന്തായാലും കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ സ്പേസ് തരാന്നുള്ളതല്ല. അതിൽ ഞാനത് എന്തായാലും ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു. സത്യം. ഇനി അത് ആവർത്തിക്കാന്ന്. ആലിയ ഭട്ടിനെ, എനിക്ക് ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടാട്ടോ. നിനക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ട്? അങ്ങനെ ആരുമില്ല. അതെ, അറിയാം. പിന്നൊന്ന് ചോദിച്ചു. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടില്ല വേണ്ടേ? ഓക്കെ. അടുത്ത കിഴി വിടാമുയർച്ചി, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മറ്റൊരു മൂവി, നമ്മുടെ AK നായകനാവുന്ന സിനിമ വിടാമുയർച്ചിയുടെ റിലീസ് ഡേറ്റ് ഇത് അടുത്തത് കൊണ്ടുവന്ന് വെക്ക്. ഏപ്രിൽ 26. ചെറിയൊരു മാറ്റമുണ്ട്, 26-നാണ്. എന്നാലും വലിയ മാറ്റം ഒന്നും പറയാനില്ല. ഏപ്രിൽ തന്നെയാണ്. അതെ, ആ ഒരു മാസം തന്നെ ആ മാസം എനിക്ക് തോന്നുന്നു കലണ്ടറിനെ പോകുന്നു. അതല്ല, ഏപ്രിലിന് നമുക്കിത് വ്യത്യാസം തോന്നുന്ന ഡേറ്റ് വരുമ്പോഴാണ്. പക്ഷെ ഏപ്രിലിന്റെ വർഷത്ത് നിന്നിട്ടൊന്ന് നോക്കി കഴിഞ്ഞാലേ ഒരു വ്യത്യാസമില്ല. അത് എന്റെ നെഞ്ചത്ത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ 12 മാസത്തെ കലണ്ടറിന്ന് ഏപ്രിൽ പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതെല്ലാം കൂടി താങ്ങണ്ടേ. അതെ. എന്തായാലും AKയുടെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പൊ ആളുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു സിനിമ കാണാം. തീർച്ചയായിട്ടും അതാവട്ടെ ആഘോഷം. ഓരോരുത്തർ ഓരോ അപ്ഡേറ്റ്സ് ആണ് തരിക. ഇത് സിനിമ തന്നെ അങ്ങ് തരും. അടുത്തത് ഗോട്ട്. കുറവ് വരുത്തണ്ട. ഞാൻ ജയിച്ചാലോ? ഫ്രണ്ട് നിന്റെ കൂട്ടുകാരൻ ജയിച്ചാലോ? കൈ വയ്യാത്താണ്. ശരിയാണല്ലോ. എന്നാ ഞാൻ തോറ്റു കൊടുക്കൂട്ടോ. എന്നാ ഞാൻ തോറ്റിരുന്നു. എന്താണെങ്കിലും സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ ദിലീപ് സുബ്രായം പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. ഇതിന്റെ ഈ ഒരു സിനിമ നല്ല കൊടുക്കലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ വിജയുടെ ചിത്രത്തിന് എപ്പോഴും 100% കണക്കുണ്ട്, അല്ലെങ്കിൽ 50%, അല്ലെങ്കിൽ 150%. ഇതിന് ഇടയ്ക്കൊന്നും വരൂല, അല്ലെങ്കിൽ ഒരു 200%. എന്താണ് ഈ ശതമാനത്തിന്റെ കണക്ക് ഇതുവരെ? അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത് വിജയിന്റെ സിനിമയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരു മൂവി തന്നെ ആയിരിക്കുമോ? പക്ഷെ ആള് പറഞ്ഞിട്ടുള്ളത് 100%. എന്നാൽ 200% ഓക്കെ ആയിരിക്കും. ഞാൻ അപ്പൊ തന്നെ നെഞ്ചത്ത് ചോദിച്ചു, ദൈവമേ. ഇത് മാസ്റ്ററിൽ തുടങ്ങിയാണ്. മാസ്റ്ററിൽ 50-50, ലോകേഷ് 50%, വിജയ് 50% എടുത്തു. സത്യം. പിന്നെ അതിനുശേഷം ലിയോ വന്നു,
100% എന്റേതാണെന്ന് പറഞ്ഞത്. അത് ലോകേഷ്. ഇപ്പൊ അടുത്തത് 100% ഒരു 200% കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിജയന്റെ സ്വന്തമായിരിക്കും. എന്താണാവോ പറയിപ്പിക്കാതിരുന്നത് അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അതുപോലെ തന്നെ മീനാക്ഷി ചൗധരി വിജയനെ കുറിച്ച് വന്ന ഒരു ചെറിയൊരു വീഡിയോ കാണാം. കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട് നീ അല്ല, നിനക്ക് ജയിക്കുകയും വേണം, നിനക്ക് ജയിക്കുകയും വേണം, നിനക്ക് പറയാനും പറ്റൂലേ. Yes, I think working with Vijay sir is truly a dream come true for anybody. I've always been a big fan of him, and sharing the screen space with him and doing scenes with him is just such a wonderful experience, and I'm cherishing every single bit of it. Like I say, it's in the now, so I'm truly enjoying my present moment very much, and I'm so grateful for all the opportunities that I've got. Sir, ഒരു പ്രൊഡ്യൂസർ എല്ലാം മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആയില്ലേ. ഇതാട്ടോ പറഞ്ഞത്. അല്ല, മൊബൈലൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഇതൊന്ന് തീർന്നാ എന്റെ കയ്യിന്റെ വേല കൂടല്ലേ തീർക്ക് വേണ്ടേന്ന്. ഓക്കെ, അടുത്ത കീഴെടുത്ത് എന്താണെങ്കിലും മീനാക്ഷി ചൗധരി പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഭയങ്കര അത് ഇത് എന്താ സിനിമനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ കൂടെ സ്ക്രീന് പങ്കിടുന്നതിലുള്ള സന്തോഷം അത്രേ ഉള്ളൂ. അപ്പൊ ആർക്കും സന്തോഷമില്ലാത്തല്ലേ. പിന്നെ അല്ലാണ്ട് വിജയന്റെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെയല്ലേ. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ ചിലരൊക്കെ ചില ലക്ഷ്യങ്ങൾ കണ്ടിട്ട് അങ്ങനെയുണ്ട്. പൂജ ഹെഗ്ഡെ, അറിയാം. നമ്മുടെ പിന്നെ ആരായിരുന്നു, രശ്മിക മന്ദാന, ഇവരൊക്കെ ഭയങ്കര അതായത് ഫാൻ ഗേളാണെന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുടെ ബർത്ത്ഡേ അല്ലേ ഇവര് വിഷ് ചെയ്തില്ല. അതങ്ങനെയാണല്ലോ, സിനിമയ്ക്ക് വേണ്ടിട്ട് എന്തും പറയും, അത്രേ ഉള്ളൂ. എന്തായാലും അങ്ങനെ ആവാതിരിക്കട്ടെ ആള് മീനാക്ഷി ചൗധരി. ആള് തന്നെ കേട്ടോ ലക്കി ഭാസ്കർ സിനിമയിൽ നായിക ദുൽഖറിന്റെ. അടുത്ത കിഴി NBK 109. ഇങ്ങനത്തെ പവർ സാധനം എനിക്ക് തന്നു. NBK 109 ഇതിന്റെ അല്ല, നീ പവർ ചോദിച്ചപ്പോഴേ ഒരു മറ്റേ പവർ സ്റ്റേഷൻ തന്നെ നിനക്ക് കൊണ്ടുതരുന്നു ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഇത്രയും കരുതിയില്ല. ഓക്കെ, പോകട്ടെ. കൂടുതലായില്ലേ, ഇത്ര പവർ വേണ്ട, കുറച്ച് കുറക്കാൻ പറ്റുമോ? എന്തായാലും NBK 109 നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ടുണ്ട്. OTT റൈറ്റ്സ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി കണ്ടു മറ്റേ ഇന്നോവ റിവേഴ്സ് അടിച്ചു. അതായത് ഏതാണ് സിനിമ? എനിക്ക് അറിഞ്ഞൂടാ. നരസിംഹയാണെന്ന് എനിക്ക് തോന്നുന്നു. ആള് ചവിട്ടി വിട്ടൊരു ഇന്നോവ ഉണ്ട്, അത് ഇപ്പോഴും ഇവിടെ കടന്ന് കറങ്ങുന്നുണ്ട്. അതും റിവേഴ്സ് അടിച്ചാ പോകുന്നത്. ഇതൊന്നും എവിടെ ചെന്ന് നിന്നിട്ട് വേണം മുന്നോട്ട് പോവാന്. അടുത്തത് അയ്യോ ചിരിച്ചു കണ്ണി കൂടെ വെള്ളം വരും. ഈഗിൾ നമ്മുടെ അത് തന്നെയാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടി തെലുഗു ഫിലിം ചേംബറിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് സോളോ റിലീസ് വേണമെന്ന് പറഞ്ഞിട്ട്. അതായത് ഇത് ഫെബ്രുവരി 9-നാണ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 9-ന് വലിയ 2 സിനിമകളുണ്ട്. യാത്ര 2 ഉണ്ട്, പിന്നെ നമ്മുടെ ലാൽസലാം ഉണ്ട്. അപ്പം ഇതൊന്നും അവിടെ തെലുങ്കാനയില് പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള. അതായത് ഇവർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം തിയേറ്ററിൽ. അതൊക്കെ നടക്കുമോ എന്തെന്നാലേ? അപ്പൊ ഇവരെ എടുത്തു വെച്ചേക്കുന്ന എന്താ? ഇവർക്ക് വിശ്വാസമില്ല ഇവരുടെ സാധനത്തില്. അതല്ല എനിക്ക് ചോദിക്കാനുള്ളതല്ല. അല്ല, ഫിലിം ചേംബർ ഇവരെ മൂത്താപ്പാന്റെ ആണോ? മറ്റതൊക്കെ മാറ്റി നീ എന്റത് മാത്രം എടുത്താൽ മതി. വേണ്ടി മാത്രം നിൽക്കുകയുള്ളവര് തുറന്നു വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരൊന്നും ചെയ്യുന്ന സിനിമയല്ലടേ. എന്താ ഞാനിപ്പൊ തളർന്ന് ചിരിച്ചിട്ടേ. അടുത്ത കിഴി എച്ച് വിനോദ് അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നു. ഒരുപാട് സിനിമ ആളുടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ കോമഡി ആയിരിക്കും എന്നതാണ് കേൾക്കുന്നത്. മെയിൻ വേഷത്തിലെത്തുന്നത് നമ്മുടെ യോഗി ബാബു ആണ്. യോഗി ബാബു വിനോദ് ഇപ്പോ ഈ കണ്ടന്റ് ഓറിയന്റഡ് സാധനങ്ങൾ ചെയ്യുന്നില്ല. സ്റ്റാറുകളെ മാത്രം വെച്ചുള്ള കളിയായിരുന്നു. അത് അതിൽ നിന്ന് മാറുന്ന നല്ലതാ, മാറിയിട്ട് വരണം. അടുത്തത് ബസൂക്ക സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങുകയാണ്. നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, വീണ്ടും തുടങ്ങുകയാണ്. ജനുവരി 29 കൊച്ചിയിലും ബാംഗ്ലൂരും വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുക. 12 ദിവസത്തെ ഷൂട്ടാണ് കേട്ടോ ബാക്കിയുള്ളത്. അതായത് ഗൗതം മേനോന്റെയും പിന്നെ നമ്മുടെ ഹക്കീം ഷായുടെ ഒരു ആക്സിഡന്റ് കൊണ്ടാണ് ലേറ്റ് ആയത്. എന്താണെങ്കിലും മെയ്യില് സിനിമ റിലീസിനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയ്യിലെ കാര്യം തീരുമാനം. മെയ് ഇപ്പൊ തന്നെ
പട്ടച്ചോനേന്ന് ബസ്സൂക്ക് വരുന്നുണ്ട്. പിന്നെ അതാണ് ഇപ്പൊ നമ്മള് പറഞ്ഞ അല്ലെ മെയ്യ് ദൈവമേ എന്ന് പറഞ്ഞ് കണ്ണും തള്ളിയിരിക്കുമ്പോഴേ ഒരുപാട് നെഞ്ചത്തേക്ക് കയറിയിട്ടാണല്ലോ. മിക്കവാറും അപ്പൊ ഏപ്രിലേ അനുഭവിക്കുക. അല്ലേ മിക്കവാറും സംഭവിക്കാൻ പോണ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. ഏപ്രിൽ എന്തായാലും ഇത്രയും സിനിമകൾ ഒരുമിച്ച് ക്ലാഷ് എന്തായാലും ഉണ്ടാവില്ല. അപ്പം കുറെ സാധനങ്ങൾ എടുത്ത് മെയ്യിലേക്ക് ഇടും. മാർച്ച് പിന്നല്ല, മാർച്ച് പിന്നെ നോക്കണ്ട. അതെ, കാരണം ഇതല്ലേ നോമ്പും കാര്യങ്ങളും അല്ലേ, അതുകൊണ്ടേ. ഓക്കെ, അടുത്ത കിഴി കങ്കുവ. കങ്കുവ കങ്കുവ സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതായത് സിനിമയിലെ ക്ലൈമാക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനെ കുറിച്ച് ക്ലൈമാക്സിനെ കുറിച്ച് പറയാനുള്ളത്, അതായത് ഇതിലൊരു ബോളിവുഡ് സ്റ്റാർ ഉണ്ടെന്നുള്ളതാണ്. അതായത് കങ്കുവയിൽ ഫസ്റ്റ് പാർട്ടിൽ ക്ലൈമാക്സിൽ ഒരു കാമിയോ റോള് കാർത്തിക് ആര്യൻ. ആള് ഇതിൽ കാമിയോ വരും ക്ലൈമാക്സിൽ. അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡാണെന്നുള്ളതാണ് കേൾക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ വില്ലനായിരിക്കും എന്നുള്ള റൂമറാണ് കേൾക്കുന്നത് കേട്ടോ. ആളെ എങ്ങനെ ഉണ്ടാവും ഇനി ഇതിലെങ്ങനെ ഉണ്ടാവും പെർഫോമൻസ് നമുക്ക് അറിഞ്ഞൂടാ. ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ആവറേജ് ഒക്കെ ഉള്ളൂ. സൂര്യന്റെ വില്ലനാക്കാനുള്ളതുണ്ടോ? നമ്മളിപ്പം ബോബി ഡിയോള് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ഒരു വലിപ്പം ഉണ്ടായിരുന്നു. ഇതിപ്പം അതിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ. നോക്കാം എന്താണാവോ. കങ്കുവ എടുത്തിട്ടിരിക്കുക, നമ്മളെ ഗോട്ട് എടുത്തിട്ടിരിക്കും. ഇവിടാണ് കങ്കുവ. ഗോട്ട് എവിടെ, കങ്കുവ എവിടെ? ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ഗോട്ട്. ഗോട്ടിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ഗോട്ടിന്റെ മുകളിലാണ് കങ്കുവ. അതിന്റെ ഹൈപ്പ്. മറ്റോനെ അയ്യോ പിന്നെ ആടില് മറ്റോന്റെ വലിയുണ്ടല്ലോ, അവന്റെ പേരെന്താ? അതന്നെയായിരുന്നോ ആ സാധനം? അതന്നെ അതുദ്ദേശിച്ചത്. അല്ലാതെ അതൊന്നും അല്ല കേട്ടോ, ഞാൻ അറിഞ്ഞോണ്ട് വലിച്ച. ഓക്കെ, ആവേശം. ഈ ആവേശം നല്ലതാ. ആവേശം സിനിമയില് ജയസൂര്യ കാമിയോ. ഇപ്പം ആവേശം നല്ലതായോ? കങ്കുവ എത്ര പേരുണ്ട് ചേടാ കീറിക്കൊളുത്തി ആണല്ലേ, അവിടെ SS രാജമൗലി വരെ ഇരിക്കുന്നു. അപ്പോഴാണ് കങ്കുവ 1000 കോടി. ഞാനത് മറന്നായിരുന്നു. അത് മറന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇത്ര അഹങ്കാരം കയറൂലായിരുന്നു. ഇപ്പൊ എന്താ ചോദിച്ചു മേടിച്ചു. അതെ, എന്താണെങ്കിലും ആവേശം സിനിമയിൽ ജയസൂര്യ ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. മിക്കവാറും എന്തെങ്കിലും കാമിയോ ആയിരിക്കാനാണ് ചാൻസ്. തകർക്കട്ടെ. അല്ലെങ്കിലേ ഒരുപാട്, അതെ, പിന്നെ വേറെ കാര്യം, അല്ലെങ്കിലേ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ. അപ്പം അതിനകത്ത് ജയസൂര്യയും കൂടെ വരുമ്പോ പൊളിച്ചടുക്കും. അപ്പൊ എന്തായാലും കീഴ് എപ്പിസോഡ് രണ്ടാമത്തെയും തൂത്തുവാരി ജിനേഷ് വീട്ടിൽ പോവാണ്. അപ്പൊ വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ഈ ലാസ്റ്റ് പറഞ്ഞതിനെ വേണമെങ്കിൽ എനിക്ക് തടുത്ത് നിർത്താൻ പറ്റും. വീട്ടിൽ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു സാധനം കൂടി ചെയ്യാം. മനഃപൂർവ്വം ഇല്ലാത്ത കണ്ടതിന് പ്രതികാരദാഹിയായി നിൽക്കുവാണോ സാലാർ മാമിയാവല്ലേ?